അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ വീഡിയോ നോക്കുന്നത് പാദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് തജ്വീദിൽ നിന്നുള്ള കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ മറ്റുള്ളവരിലേക്ക് നിർബന്ധമായും ഒന്ന് ഷെയർ ചെയ്യണം. പരീക്ഷ കഴിഞ്ഞ ശേഷമാണ് പല ആളുകൾക്കും വീഡിയോ എത്തുന്നത്. പിന്നെ അതുപോലെ മറ്റു തജ്വീദിൻ്റെ മോഡൽ പേപ്പറുകൾ ആവശ്യമുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ പോയാൽ ധാരാളം പഴയ കാലത്തെ തജ്വീദിൻ്റെ മോഡൽ പേപ്പറുകൾ കാണാൻ കഴിയും. അപ്പോൾ ഇനി നമുക്ക് നേരെ പുതിയ പ്രവർത്തനം നോക്കാം. ആദ്യത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം. യോജിച്ചത് ചേർത്ത് കൊടുക്കാം. ബ്രാക്കറ്റിൽ നിന്ന് ചേർത്ത് കൊടുക്കാം. 1 റബ്ബ ഖാരിഇൻ ലിൽ ഖുർആനി വൽ ഖുർആനു ഡാഷ്. റബ്ബ ഖാരിഇൻ ലിൽ ഖുർആനി വൽ ഖുർആനു യൽഅനുഹു. അതിൻ്റെ അർത്ഥം കൂടെ പഠിക്കണം കേട്ടോ. ചിലപ്പോൾ അർത്ഥം ചോദിക്കാൻ സാധ്യതയുണ്ട്. 2 ഖുർആൻ പാരായണം ചെയ്തു അവസാനിക്കുമ്പോൾ ചൊല്ലണം. ബ്രാക്കറ്റിൽ കാണാം സദഖല്ലാഹുൽ അലീം. 3 ബറാഅത്ത് സൂറത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ. ബറാഅത്ത് സൂറത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ ഹറാമാണ്. തുടക്കത്തിൽ. 4 ബറാഅത്ത് സൂറത്തിൻ്റെ ഇടയിൽ ബിസ്മി ചൊല്ലൽ. ഇനി പറയുന്നത് ബറാഅത്ത് സൂറത്തിൻ്റെ ഇടയിൽ, തുടക്കത്തിലല്ല. തുടക്കത്തിൽ ഹറാമാണ് നമ്മൾ ആദ്യം പറഞ്ഞു. ഇടയിൽ കറാഹത്താണ്. 5 അഊദും ബിസ്മിയും ചൊല്ലണം. ഖിറാഅത്ത് തുടങ്ങുമ്പോൾ, ഖിറാഅത്ത് ഓതുന്നവന് തുടങ്ങും മുമ്പ് എന്ത് ചെയ്യണം? അഊദും ബിസ്മിയൊക്കെ ചൊല്ലണം. 6 ബറാഅത്ത് അല്ലാത്ത എല്ലാ സൂറത്തുകളിലും ഉള്ള ഒരു ആയത്താണ്. ബറാഅത്ത് അല്ലാത്ത എല്ലാ സൂറത്തുകളിലും ഉള്ള ഒരു ആയത്ത് ഏതാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം. വരി പൂർത്തിയാക്കി കൊടുക്കാം. 1 ഖുർആൻ പാരായണം ചെയ്യൽ മഹത്തായ ഡാഷ് ഇബാദത്താണ്. ഖുർആൻ പാരായണം ചെയ്യൽ മഹത്തായ ഇബാദത്താണ്. 2 ഖുർആൻ ഓതുന്നവരും ഓതുന്ന സ്ഥലവും ഡാഷ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അനുഗ്രഹീതമാണ്. പലതവണ വന്ന ചോദ്യമാണ്. 3 ഖുർആൻ ഓതുമ്പോൾ പാരായണത്തിൻ്റെ എല്ലാ നിയമങ്ങളും ഡാഷ് പാലിച്ചിരിക്കണം. 4 നിയമങ്ങൾ പാലിക്കാതെയുള്ള ഖുർആൻ പാരായണം ഡാഷ് കുറ്റകരമാണ്. നിയമങ്ങൾ പാലിക്കാതെയുള്ള ഖുർആൻ പാരായണം കുറ്റകരമാണ്. 5 ഷദ്ദുള്ള നൂനും മീമും ഉച്ചരിക്കുമ്പോൾ ഒരു അലിഫിൻ്റെ അളവ് മണിക്കൽ ഡാഷ് നിർബന്ധമാണ്. ഷദ്ദുള്ള നൂനും മീമും ഉച്ചരിക്കുമ്പോൾ ഒരു അലിഫിൻ്റെ അളവ് മണിക്കൽ നിർബന്ധമാണ്. ഇനി അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം. ചോദ്യം 1 സുക്കൂനുള്ള മീമിൻ്റെ ഇദ്ഹാർ. സുക്കൂനുള്ള മീമിന് ശേഷമുള്ള 3 നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സുക്കൂനുള്ള മീമിൻ്റെ ഇദ്ഹാർ എങ്ങനെയാണെന്നാണ് അത് വ്യക്തമാക്കാൻ. പറഞ്ഞാൽ അത് വിശദീകരിക്കുക. സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബാ മീമ്, ഈ 2 അക്ഷരങ്ങൾ കേട്ടോ, ബാഉം മീമും അല്ലാത്ത 26 അക്ഷരങ്ങൾ വന്നാൽ സുക്കൂനുള്ള മീമിനെ വ്യക്തമായി ഉച്ചരിക്കണം. ഈ പറയപ്പെട്ട ബാഉം മീമും അല്ലാത്ത 26 അക്ഷരങ്ങൾ ഉണ്ടാകും. ആ അക്ഷരങ്ങൾ സുക്കൂനുള്ള മീമിന് ശേഷം വന്നാൽ എന്ത് ചെയ്യണം? വ്യക്തമായി ഉച്ചരിക്കണം. ബാഉം മീമും വേറെ 2 നിയമങ്ങളാണ്. അതുകൊണ്ടാണ് ആ 2 അക്ഷരങ്ങൾ ഒഴികെയുള്ള ബാക്കി 26 അക്ഷരങ്ങൾ എന്ന് പറഞ്ഞത്. ചോദ്യം 2 സുക്കൂനുള്ള മീമിൻ്റെ ഇഖ്ഫാ എങ്ങനെയാണ്? സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ മീമിനെ മറച്ച് മണിച്ച് ഉച്ചരിക്കണം. അങ്ങനെയാണ് സുക്കൂനുള്ള മീമിൻ്റെ ഇഖ്ഫാ. ചോദ്യം 3 സുക്കൂനുള്ള മീമിൻ്റെ ഇദ്ഗാം. ഇദ്ഗാം എങ്ങനെയാണ്? അത് സുക്കൂനുള്ള മീമിന് ശേഷം
ഹർക്കത്തുള്ള മീമ് വന്നാൽ സുക്കൂനുള്ള മീമിനെ ഹർക്കത്തുള്ള മീമിലേക്ക് ചേർത്ത് ഷദ് ചെയ്ത് ഉച്ചരിക്കുക. എങ്ങനെയാണ് സുക്കൂനുള്ള മീമിൻ്റെ ഇദ്ഗാം. ഇനി അടുത്ത പ്രവർത്തനം സാക്കിനായ മീമിൻ്റെ ഉദാഹരണങ്ങൾ വേർതിരിക്കാം. സുക്കൂനുള്ള മീമിൻ്റെ ഉദാഹരണങ്ങൾ വേർതിരിക്കാനാണ്. 3 നിയമങ്ങളാണ് ഉള്ളത് സുക്കൂനുള്ള മീമിനുള്ളത്. ഒന്ന് ഇദ്ഗാം, ഇഖ്ഫാ, ഇദ്ഹാർ. അത് നമ്മൾ പറഞ്ഞു. ചിലപ്പോൾ ഈ പറയപ്പെട്ട സുക്കൂനുള്ള മീമിൻ്റെ ശേഷമുള്ള ഈ 3 നിയമം ഉണ്ടല്ലോ, അതിൻ്റെ ഓരോന്നിൻ്റെയും ഈ 2 ഉദാഹരണം പഠിച്ചു വെക്കൽ നല്ലതാണ്. ചിലപ്പോൾ പരീക്ഷയിൽ ഈ 2 ഉദാഹരണങ്ങൾ ചോദിക്കും. ഒന്ന് ഇദ്ഗാം, ബ്രാക്കറ്റിൽ കാണാം ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. രണ്ടാമത്തത് ഇഖ്ഫാ, അത് തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. പിന്നെ ഇദ്ഹാർ ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇവിടെ അലൈഹിം വലദ്ദാല്ലീൻ, അവിടെ സുക്കൂനുള്ള മീമിനെ ഒഴിവാക്കണം. പിന്നെ അതുപോലെ വല്ലദീന ഹും അനിൽ ലഅ്വി മുഅ്രിദൂൻ, ഇവിടെയും സുക്കൂനുള്ള മീമിന് ശേഷം ഐന് വന്ന്, അതായത് ഈ പറയപ്പെട്ട ബാ മീം അല്ലാത്ത 26 അക്ഷരത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവിടെ വെളിവാക്കി ഉച്ചരിക്കുക. ഇനി അടുത്ത പ്രവർത്തനം, ഓരോ ഉദാഹരണം എഴുതാം. സുക്കൂനുള്ള മീമിന് ശേഷം ഫാ വന്നതിന് ഉദാഹരണം. ഉദാഹരണം ഇതാണ്: ലക്കും ഫീഹാ ഖൈർ. രണ്ടാമത്തത് സുക്കൂനുള്ള മീമിന് ശേഷം ജീമ് വന്നത് കേട്ടോ. സുക്കൂനുള്ള മീമിന് ശേഷം ജീമ് വന്നതിൻ്റെ ഉദാഹരണം സുമ്മ ഇന്നി ദഅഉതുഹും ജിഹാറാ. അവിടെ സുക്കൂനുള്ള മീമിന് ശേഷം ജീമ് വന്നു. 3 സുക്കൂനുള്ള മീമിന് ശേഷം ഹംസ വന്നതിന് കേട്ടോ. അടുത്തത് സുക്കൂനുള്ള മീമിന് ശേഷം ഹംസ വന്നതിനുള്ള ഉദാഹരണം വകുന്തും അസ്വാജൻ സലാസ. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടൂല എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ സൂറത്ത് ഓതുമ്പോൾ സുക്കൂനുള്ള മീമിന് ശേഷം ഈ പറയപ്പെട്ട ഇതിലൊക്കെ അക്ഷരം വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ സൂറത്ത് ഓതി വെക്കുക. എന്നിട്ട് അതിൽ എവിടെയാണ് ഈ പറഞ്ഞത് വരുന്നത് നോക്കിയിട്ട് എഴുതി വെച്ചാൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.